ഗായ്സ് വാട്സാപ്പ് എല്ലാവർക്കും ഹിറ്റ്സ് ഗെയിമിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും പ്രസന്റ് കളിക്കാൻ പോകുന്നത്. അന്നേരം ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പോൾ പറയാം, കംബാക്ക് അടിക്കുന്ന അതിൻ്റെ കംബാക്കാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. മാച്ചാണ്. ഇന്നിപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ കുറേ ആൾക്കാരും കാണാൻ പോകുക ഞാനേ ചെയ്യുന്നുള്ളൂ, ലൈക്കൊന്നും ചെയ്യുന്നേ ഇല്ല. അത് പാടില്ല കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊന്നും ചെയ്തേക്കും. ഷെയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ മേലെ ഒരു എൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ അയച്ചത് മേലോട്ടൊക്കെ എഴുതി തരുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അത്രയാണ് ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ വേഗം നമ്മളുടെ എന്താ പറയുക, റിവഞ്ച് അങ്ങ് ടേക്ക് ചെയ്യാം വേഗം. ഇത് നമ്മൾ കഴിഞ്ഞതാണ്. ഇതിൽ 30 കോയിൻ ഇതിലാണ് നമ്മൾ തോറ്റത്. അതുകൊണ്ട് ഇനിയും നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റിലിടുക. തോക്കണം എന്ന് പറയുന്നവർ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും തോക്കണം എന്തായാലും കളിക്കാൻ എന്താ പ്രശ്നം എന്തായാലും അത് കമൻറ്റിലിടുക. എന്തായാലും പൊട്ടൻ കളി കളിക്കുന്ന അല്ല എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്താണ് സംഭവം അതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാം കമൻറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അയക്കാം കമൻറ്റിൽ. അപ്പോൾ മെഷീൻ്റെ പണ്ട് തോന്നും. ഓൻ്റെ അക്കൗണ്ട് ഒന്ന് നോക്കട്ടെ. ഇതെന്തത് ഇങ്ങനൊക്കെ വെക്കും? ആരെങ്കിലുമൊക്കെ നല്ല അക്കൗണ്ടാണല്ലോ, എന്നിട്ട് ഇങ്ങനൊക്കെ വെക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാമായിരുന്നു. എന്തേനും നിങ്ങൾ എൻ്റെ മറ്റേ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. നമ്മൾ ഹിറ്റ്സ് ഗെയിമിലോട്ടേക്ക് ഒന്ന് നോക്കിയാൽ ഹിറ്റ്സ് ഗെയിമിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. വേഗം കളിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ശബ്ദം മാറ്റാം. വിസിറ്റർ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു ചങ്കുറ്റൊക്കെ അങ്ങനെ തമിസ ചാക്കി എന്തായാലും നമുക്ക് കളിക്കാം. ഓൾക്കാണ് ഫസ്റ്റ് ടച്ച്. നമുക്ക് പ്രശ്നമല്ല. ഓക്കെ, ഒരു ടച്ച് ചെയ്തു. ഇനിയാണ് നമ്മളുടെ കളി. അയ്യോ എടാ സ്കൂൾ കൊള്ളപ്പൊട്ടി. സോറി, ഹസ്തല്ല, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഇനി സ്കൂൾ ചെങ്ങി എന്താണ് ചെയ്ത്? എന്ത് പണ്ടാരാ ചെയ്ത്? എന്ത് പൊട്ടാനാടോ, എന്ത് മണ്ടാനാടോ സ്കൂൾസ്? ഓക്കെ, സ്കൂൾസിന് ത്രൂ, പക്ഷെ അത് കിട്ടിയില്ല. ഹാളൻഡും പൊട്ടാനാവുന്നുണ്ട്. നമ്മളും പൊട്ടാനാഹു എടാ. അപ്പം നമ്മൾ പൊട്ടാനായി. പിന്നെ ഗോളി പക്ഷേ പൊട്ടാനല്ല, ഗോളി നല്ലോണം സേവൊക്കെ ചെയ്യുന്നുണ്ട്. എടാ മിസ്സേക്ക് കിട്ടേണ്ട ബോളായാലും പക്ഷേ കിട്ടിയില്ല. കിട്ടേണ്ട ബോളായാലും കിട്ടിയില്ല. ആക്കെന്താ അലക്സാണ്ടർ ആൻഡ്രോയിഡ് ഓന നമ്മളെ മറ്റേ ഡിവൈസൊക്കെ ഉണ്ടാക്കിയ മറ്റേ സാധനം എന്തായാലും ഇപ്പോൾ പറയാം, റേഡിയോ. ഓക്കെ, ലിയോണൽ മെസ്സി. അതെങ്ങനെ ഞാൻ അറാണ്ട് നിൽക്കിപ്പോൾ അത് ത്രൂ അല്ല ഞാൻ അവിടെ കൊടുക്കേണ്ടത്, ഷൂട്ടാണ്. പക്ഷേ മാർപ്പതാണ്. അതൊക്കെ സ്കൂൾസ് ഹാളനും കളിക്കുന്നത്. അല്ല, മെസ്സി സ്കൂൾസും ഹാളനും കളിക്കുന്നത്. ഓന് വട്ടാണെന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ഇട്ടത് കൊണ്ട്. ഓൻ അതിനകത്ത് ആയില്ല. എൻ്റെ അമ്മോ എന്താക്കിയേനു? ഓ, അവൻ നമ്മളെ സാധനം തന്നെ ഇട്ടാ. എടാ നമ്മളെ കൈമ കിട്ടിയിട്ട അതിൻ്റെ കുഴപ്പം. പേടിക്കേണ്ട, ഓരോ കുഴപ്പമല്ല. ഞാൻ നെക്കിയിട്ട് പക്ഷെ ഓരോ കുഴപ്പം, കാരണം ഞാൻ അങ്ങനെ വെക്കാൻ പറഞ്ഞു. അതൊക്കെ ഓരോ കുഴപ്പം, കാരണം ഓല് ഓക്കെ ഇതിൻ്റെ കുഴപ്പമല്ല, ഓല കുഴപ്പമല്ല. അപ്പം എൻ്റെ കുഴപ്പം
എടാ ജസ്റ്റ് മിസ് എന്ന് വെച്ചാൽ ഗോളല്ല അതുപോലെ അപ്പോൾ കളിച്ച് ആ മെസ്സിൻ്റെ പോയപ്പോൾ പൊട്ടൻ മെസ്സിൻ്റെ പോയപ്പോൾ ഞാൻ പൊട്ടൻ മെസ്സി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിയലായിട്ടല്ല കേട്ടോ, അത് ഒരു കളി മാത്രമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാണ്ട് മറ്റേതാക്കിയിട്ട് പറഞ്ഞല്ല കേട്ടോ, അത് ആരും അങ്ങനെ കമൻ്റ് ചെയ്യല്ലേ. ഗോളിക്ക് നല്ല വിവരമുണ്ട് ഭാഗ്യത്തിന്, എംബാപ്പെ പോലെ ഗോളിക്ക് നല്ല വിവരമുണ്ട്. ഓരോ ടീം ഒരാളും ഒറ്റ തന്നെ 2, 3, 4 ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെ ക്ലിയർ നോക്കി എന്താന്ന് വെച്ചാൽ അവിടെ ഞാൻ ക്ലിയർ നിൽക്കുക തന്നെയാണ്, കാരണം അസ്ഥിതിയിൽ ക്ലിയറാണ് നിൽക്കേണ്ടത്, കാരണം ബോൾ പോയതാണ് ഇതെന്ന്. പക്ഷേ ഓക്കെ, ലോങ് പാസ് പെസ് കളിക്കാൻ അറിയാത്തവര് അത് എന്തേനു സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ പഠിച്ചു ഉദ്ദേശിച്ചത് ഗോള് പോയിന്നാ. എന്തപ്പോ പറയണേ, രണ്ടിനുള്ള എടാ ഞാൻ വിചാരിച്ചത് കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ല. എന്തായാലും മെസ്സിനെ പോക്കാം. മെസ്സിനെ പോക്കി പുതിയ ഏതൊരു പ്ലെയറിനെ ഇറക്കി, നെയ്മറിനെയും പോക്കി, സ്കൂൾസിനെയും പോക്കി, ഒഡേഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓനെയും ഇറക്കി, പിന്നെ ഒരുത്തനെയും കൂടി കാര്യം ഇവിടെ 1 സ്ട്രൈക്കർ വേണ്ട, പിന്നെ ഇവനെ ഇറക്കി മൊത്തത്തിലൊന്ന് ഇതാക്കാന്ന് വിചാരിച്ചാട്ടോ. പിന്നെ നമ്മുടെ അങ്ങനെ ഓവന് വടക്കെ നിൽക്കും, അതാണ്. വെറുതെ അല്ല, ഇനി ആൾക്കാരെങ്കിൽ ഇറക്കാൻ പറ്റൂല, ഇത്ര ആൾക്കാരെങ്കിൽ ഇറക്കാൻ പറ്റും, വെറുതെ അല്ല. 5 ആൾക്കാർ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കാൻ പറ്റും, 5 ആൾക്കാരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി. ഇത് പൊട്ടക്കളിയായി കിട്ടും നമ്മൾ കളിക്കുന്നത്, കാരണം പൊട്ടന്മാരെയും എല്ലാവരും ഇറക്കി. പക്ഷെ നെയ്മറൊക്കെയാണ് ഇപ്പോൾ നല്ല കളിക്കാൻ അറിയുന്നത്, ഒഡേഗാർഡും കളിക്കൊക്കെ ചെയ്യും. എൻ്റെ ഇപ്പോൾ കുറേ 99 പ്ലേയേഴ്സൊക്കെ ഉണ്ട്, അങ്ങനെയല്ല കളിക്കുന്നത്, അല്ലാണ്ട് 100 ആയിരുന്നു. അയ്യോ ആ ഗോള് പുള്ളി ഗോളായിരുന്നു, സെലിബ്രേഷൻ ഓൻ്റെ പ്രൊഫൈലിൻ്റെ സെലിബ്രേഷൻ തന്നെ. അയ്യോ ഗോള് കണ്ടോ, ഓൻ്റെ കാൽമ തട്ടി തിരിച്ച് റിഫ്ലക്ഷനായി നമ്മളെ കാൽമല് വന്ന് നമ്മളെ കാൽമെന്ന് പിന്നെ സൈഡോട്ടൊക്കെ ഒരു ഗോൾ, അത്രയേ ഉള്ളൂ. നമ്മളങ്ങ് ഗോൾ അടിച്ച് ജയിക്കുന്നു, ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ജയിക്കും. ഫോർഫിറ്റ് യെസ്, ഫോർഫിറ്റ് ഹോർവിച്ച് ഉദ്ദേശിച്ചതും കളിയിൽ ഒഴിവായി. യെസ്, എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു. This match has been abandoned due to your opening have poor concern. എന്തായാലും നമ്മൾ ജയിച്ച് നമ്മളെ കംബാക്ക് തിരിച്ചെടുത്ത്, കംബാക്ക് എന്നുള്ള ഒരു മോശം നമ്മൾ തോറ്റ് എന്നുള്ള ഒരു മോശം നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചലഞ്ച് 3 ഇതിലും 40 പോയിൻറ്റ്സ്. എന്തായാലും ഞാൻ അത് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേ കളി ഹാഫ് ടൈം വരെ അല്ലേനു കളിച്ചിരുന്നു,
പിന്നെ കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഗായ്സ് പിന്നെ ഞാനിനി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടണ്ടാവും കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അന്ന് തന്നെ ഇരുന്ന് പോവും. അതുകൊണ്ട് വലിയ കാര്യമാണ്. ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. സെപ്റ്റംബർ 29, 2024. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഉണ്ടാവും. ഞാൻ വീട്ടിലോട്ടൊക്കെ പോവാണ്. എൻ്റെ അമ്മാൻ്റെ ഫോണാണല്ലോ ഇത്, അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും മെഷീന് വേറെ ഹാഫിലിറക്കാം. ഇപ്പം മെഷീനെയും വലൊന്നും ഞാൻ ഇറക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒടേഗാർഡിനൊന്നും ആവശ്യമില്ല. ആ 3 പ്ലേയേഴ്സിനെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീൽഡ് നമ്പർ 18. അതുപോലെ പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ ഇതിൽ എത്ര പ്രാവശ്യമാണോ ഗായ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 3 പ്രാവശ്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾ കൂട്ടണ്ട കേട്ടോ. ബാക്കിയുള്ള എത്ര പ്രാവശ്യമാണ് എന്ന് നിങ്ങളൊന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി ഞാൻ എന്തേനും മറ്റേ ഗായ്സ് എന്ന് പറയുന്നത് ഇതും കൂട്ടണം കേട്ടോ. ഇപ്പം പറഞ്ഞ് ഇനി പറയാൻ പോകുന്ന എല്ലാം കൂട്ടിക്കുക. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതെല്ലോ എത്ര ഉണ്ട്. നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ഏരിയയാണ്. എന്തേലും പറ്റൂലെങ്കിൽ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ടൈം പാസ് ചെയ്യാം, അതിനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എല്ലാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഇത് പ്രശ്നമില്ല കേട്ടോ. സമാധാനായി. ഞാൻ വിചാരിച്ചു ഗോളായി. ഞാൻ വിചാരിച്ചു ഗൈസ്, ഇവനോ, ഞാൻ വിചാരിച്ചു ഗൈസ് ഇത് ഗോളാവുന്നു. എടാ ഗൈസ്, ചെറിയൊരു പ്രശ്നം പറ്റി. അസലാത്തു തുടങ്ങുന്നതാരോ അയ്യേ ഗായ്സ്, ഞാൻ ത്രൂവാ നോക്കിയത്, ഷോട്ടല്ല. ഞാൻ ത്രൂവാ നോക്കിയത്. തവളച്ചാട്ടാ, നല്ല ദിവസം അങ്ങനെ തവളച്ചാട്ടം കാണിക്കാൻ. ഞാൻ ത്രൂവാ നോക്കിയത്. എന്താ മാറ്റാത്തത്? മാറ്റി. ഞാൻ ഷോട്ടല്ല നോക്കിയത്, ത്രൂവാ നോക്കിയത്. എന്നാലും ഗോളായി. അങ്ങനെ ഗൈസ്, നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അതേതാ സാധനം ഗൈസേ? സോറി ഗൈസേ, നോക്കാം. ഗോൾ celebration. ഗൈസ്, അങ്ങനെ 2ാമത്തെ ഗോൾ നമ്മൾ അടിച്ചിരിക്കുന്നു. ഫോർഫിറ്റ്. ഈ മനസ്സിലായി, ഫോർഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ട 1-1. എടാ, എനിക്ക് ഒരു കളി ഫുള്ള് വലുതായിരുന്നില്ല. യുവർ ഓപ്പണന്റ് കോൺസേർട്ട് ദ മാച്ച്. നോക്കുന്നവനറിയാം, നമ്മൾ 2 റിവെഞ്ച് എടുത്തിട്ടുണ്ട്. എന്നെ എന്തായാലും ഞാൻ റിവെഞ്ച് എടുക്കുന്നില്ല ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു കറക്കലങ്ങ് കാണിച്ചു തരാം. ഒരു കറക്കം നമുക്ക് കോൺട്രാക്ട് ഗായ്സ്. നിങ്ങൾ പറയാട്ടോ കമൻറ്റിൽ എന്തേലും നിങ്ങൾ എനിക്ക് ഞാൻ കമൻറ്റിൽ ഏത് കറക്കണം
ഏതിതാക്കണം ഏതെടുക്കണം അങ്ങനെ തന്നെ പറയട്ടോ. കാരണം എനിക്ക് അത്ര എഴുതില്ല. നിങ്ങൾ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ കറക്കാനുള്ള ആരാണോ ഏതാണോ അതിലായിരിക്കും നമ്മൾ കറക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ തൽക്കാലം ഇതന്നെ എടുക്കാം. അല്ലേ വേണ്ട, നെഞ്ച് പൊട്ടുന്ന സമയമാണ്. ഇത് നല്ല പ്ലേസാണ്, നോക്കട്ടെ. ഇത് കിട്ടി പോയാൽ പോയിന്ന ഇതെന്താ ഡാൻസ് കളിക്കുന്നു? ഇതും കിട്ടി പോയാ എന്തായാലും സമയം കളയണ്ട. നമ്മൾ ഇത് തന്നെ കറക്കാൻ പോവാണ്. ഇതല്ല ഇത് കറക്കാണ്. യെസ്, കറക്കി. കോയിൻ പോയി 60ആയി. ഭാഗ്യമല്ല, ഷണ്ണ പ്ലെയറായി. ഭാഗ്യം നിങ്ങൾ പറയാം കേട്ടോ കറക്കാനൊക്കെ ഗൈസ്, നിങ്ങൾ പറയാം. പതിനേഴ് കിട്ടും എന്നെങ്കിൽ 5 കിട്ടുക, 5 കിട്ടൂലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. എന്താന്ന് വെച്ചാൽ ഇതാ ഇപ്പാക്കില്ലേ, ഇപ്പാക്ക് എടുക്കാനോ മെസ്സിൻ്റെ ഇപ്പാക്ക് എടുക്കാനോ ഈ നെയ്മറിൻ്റെ ഇപ്പാക്ക് എടുക്കാനോ ഇതെടുക്കാനാണെന്ന് നിങ്ങൾ കമൻറ്റിലിടുക. അതൊരു ഇതായിരിക്കും. ഒരു 6 ആഴ്ച വേണ്ട, ഒരു 3 ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഒരു 4 ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുള്ള ഏതിനാ 4 വേണ്ട 3 തന്നെ 3 ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏതാണോ ഇതാണോ ഇതിൻ്റെ ആണോ എന്ന് നമ്മൾ നോക്കും. അതിൽ നമ്മൾ ഏതിൻ്റെ ആണ് നിങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് അത് നമ്മൾ കുറേ കോയിൻസൊക്കെ ആക്കിയിട്ട് എടുക്കും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതിനൊക്കെ നമ്മൾ മറ്റേ കറക്കൽ ഞാൻ വരും ഒരാഴ്ച ഞാൻ സമയം തരുന്നുള്ളൂ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരാഴ്ചയും വേണ്ട, ഒരാഴ്ചൻ്റെ ഉള്ളിൽ എത്ര കമൻസാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആയിരിക്കും ഞാൻ നോക്കുക. അതിലേറ്റവും കൂടുതലാണോ കറക്കുന്നതിൽ അത് മറ്റേത് 3 ആഴ്ച നമുക്ക് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ കളി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. വീഡിയോ കഴിഞ്ഞിരിക്കുന്നു.